അവിടെ നിന്നാ മതിട്ടാ. എവിടെ ഇരുന്നേ? എവിടെ ഇരുന്നേ? ഷാള് വെച്ച് മുക്കിയിട്ട് ഏതെങ്കിലും തല നീ ഞങ്ങൾ മൊത്തം പോകാൻ നോക്കിയിട്ടാണ് കിടന്നിരുന്നു. ഇന്നിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല, എനിക്കും ഒരു ഉപകാരമില്ല. അങ്ങനെയുള്ള രീതിയിൽ കുട്ടിനെ അവള് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ എൻ്റെ പിടുത്തം പോയി. അപ്പോൾ ഞാൻ ഷാളിന് ഇട്ടുണ്ടായിരുന്നു. അതിനെ തിരിച്ചിട്ട് മോശം എന്ന് പറഞ്ഞാൽ കുട്ടിനെ അവൾക്ക് താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഞാൻ കുട്ടിനെ തരാം, ഇപ്പോൾ എൻ്റെ കൂടെ കുട്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ കുട്ടിൻ്റെ കൂടി കേട്ടപ്പോഴാണ് എൻ്റെ ഫുള്ള് കൺട്രോൾ പോയത് സാർ. ആ കുട്ടിക്ക് വേണ്ടി ഞാൻ മരിക്കാന്നുള്ള ലെവലിലാണ് ഞാൻ നടക്കുന്നത്. ഞാൻ ഭ്രാന്തനായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കയറില്ല, എവിടെയും കയറില്ല. ഞാൻ റോഡിലാണ്, ഇത്രയും ദിവസം റോഡിലാണ് ഞാൻ കിടന്നിരുന്നത്. ഈ കഴിഞ്ഞ 5-6 ദിവസമായിട്ട് ഞാൻ റോഡിലാണ് കിടന്നിരുന്നത്. ചെയ്തത് പറയും എന്താ എങ്ങനെ ചെയ്ത് ഷാൾ കുറിച്ച് ഇതാക്കി മൂത്രമാണോ കിടന്നതാണ്. അപ്പോൾ ഷാൾ കുറിച്ച് കിടക്ക് വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും കിടക്ക് വരുന്നത്. എന്നിട്ട് ഞാൻ അങ്ങനെ കിടന്നു. അതേ കുറിച്ച് ഞാൻ കൈകൊണ്ട് ഞാൻ കുടിച്ചിട്ടുള്ളൂ. അതേ കുറിച്ച് ഞാൻ അത് വിടാതെ ഒരു 3/4 മണിക്കൂറോളം ഞാൻ കുടിച്ചിട്ട് ഞാൻ പോയി. ഞങ്ങൾ രണ്ടാളുള്ളൂ. പിന്നെ കുട്ടിൻ്റെ എനിക്ക് പെട്ടെന്ന് ചിന്തയും വന്നു. കുട്ടി കരഞ്ഞു എണീച്ച്. ഞാൻ വേഗം എന്ത് ചെയ്തു, അതായത് ഇതൊന്നും ഇതാക്കാത്ത രീതിയിൽ സേഫ്റ്റി ആക്കിയിട്ട് ഞാൻ കുട്ടിനെ ഫ്ലൈറ്റിൽ കൊണ്ടുപോയി. പത്ത് മാസം ചുമന്നിട്ട് 4 മാസമാണ് എന്റെ മോള് ജീവിച്ചത്. നമുക്ക് പറയാം മോൾക്ക് ഉമ്മ വെച്ചിട്ട് വേണം ആ മയ്യത്ത് കൊണ്ടുപോയി സാറ്. എന്റെ വീട്ടിലെത്തിക്കണം എന്റെ ആ കുഞ്ഞിനെ. മോനെ